എന്നാ പറ NMR റസാഖിന് വേണ്ട SDP തീവ്രവാദികളുടെ വോട്ട് എന്ന് പറ. ഞാൻ വെല്ലുവിളിക്കുന്നു താങ്കളെ. NMR റസാഖിന് വേണ്ട SDP തീവ്രവാദികളുടെ വോട്ട്. എത്രയോ തവണ ഞാൻ അല്ല നിങ്ങളിപ്പോ അല്ല നിഷാദെ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്, ഇപ്പോഴും പറയുന്നു. RSSന്റെയും വോട്ട് വേണ്ട, ജമാഅത്തെ ഇസ്ലാമിയുടെയും വോട്ട് വേണ്ട, SDPIയുടെയും ഒന്നും ഞങ്ങൾക്ക് അങ്ങനെ ഒരു വർഗീയത പറയുന്ന തീവ്രവാദികളുടെയും വോട്ട് ഞങ്ങൾക്ക് വേണ്ട. അത് പറയാൻ പക്ഷേ നിജേഷ് അരവിന്ദനും കോൺഗ്രസിനും UDFനും പറ്റില്ല. അല്ല അങ്ങനെ പറയല്ലേ. LDF കൺവീനർ ഇന്നലെ പറഞ്ഞെന്താണ്? SDPIയുടെ വോട്ട് ഞങ്ങൾ സ്വീകരിക്കുമെന്നാണ്. അതെങ്ങനെയാണ് നിങ്ങൾ തിരിച്ചു പറയാ? പിണറായി വിജയനോട് SDPIയെ കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം ഒന്നും മറുപടി പറയാൻ തയ്യാറായില്ല. ഇപ്പൊ താങ്കൾ വന്നിരുന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാകും? ഒന്നിൽ പാർട്ടിയാണ് ശരി, അല്ലെങ്കിൽ താങ്കളാണ് ശരി. LDF കൺവീനർ പറഞ്ഞു ഞങ്ങൾക്ക് SDPIയുടെ വോട്ട് വേണം. നെറ്റിയിൽ ഒട്ടിച്ചു വെച്ച് നടക്കണോ? അല്ല അങ്ങനെ അല്ല നിഷാദെ, അങ്ങനെ നിഷാദെ ഞാൻ പറയട്ടെ നിഷാദെ, നിങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ കേട്ടല്ലോ. നിങ്ങൾ പറയുന്ന പോലെ നെറ്റിയിൽ ഒട്ടിച്ചു നടക്കാൻ ഞങ്ങളത് തീരുമാനിച്ചിട്ടില്ല. നിങ്ങളിപ്പോൾ പറയുമ്പോൾ ഓരോരുന്ന പോലെ നെറ്റിയിൽ ഒട്ടിച്ചു വെച്ച് നടക്കാൻ ഏതൊക്കെ പാർട്ടികളുടെ വോട്ട് വേണ്ട, ഏതൊക്കെ പാർട്ടികളുടെ വോട്ട് വേണം എന്ന് ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല. ഞങ്ങൾ ഇവരുമായി ആരുമായും ഒരു സഖ്യവും ഉണ്ടാക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല. ഞങ്ങൾ അവരുമായി ഏതെങ്കിലും തരത്തിലുള്ള ബന്ധവും ഉണ്ടാക്കിയിട്ടില്ല. ഒരു തെരഞ്ഞെടുപ്പിൽ ഏത് മനുഷ്യനാണല്ലോ വോട്ട് ചെയ്യുന്നത് തെരഞ്ഞെടുപ്പിൽ, ആ മനുഷ്യൻ്റെ വോട്ട് ഈ തെരഞ്ഞെടുപ്പിൽ ആർക്കാണ് ചെയ്യുന്നത്? അതുകൊണ്ടാണല്ലോ രഹസ്യ വോട്ട് എന്ന് നമ്മൾ പറയുന്നത്. ഇനി ഇത്തരത്തിലുള്ള ആളുകളുടെ വോട്ട് വാങ്ങിയിട്ടുള്ള അനുഭവം ഉണ്ട്. അതാ നിജേഷിന്റെ പാർട്ടിയും ഒക്കെ മറ്റത്തൂർ പഞ്ചായത്തിൽ കൈപ്പത്തി ചിഹ്നത്തിൽ ജയിച്ചു വന്ന ആള് BJPക്ക് വോട്ട് ചെയ്തിട്ടുണ്ട്. അത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ വോട്ടായിട്ടാണ് കണക്കാക്കുക.